വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. മാങ്ങ ചമ്മന്തി ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. നല്ല ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇതിനായിട്ട് ഞാൻ 3 അല്ലി ചെറിയ ഉള്ളി ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലാത്തവർക്ക് വലിയുള്ളി ഉപയോഗിക്കാം, പക്ഷേ ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ചമ്മന്തിയിൽ വെളുത്തുള്ളി ചേർക്കുന്നത് കൊണ്ട് ദഹനത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ ചമ്മന്തിയുടെ ടേസ്റ്റും കൂടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു ചെറുവിരലിൻ്റെ അത്ര വലുപ്പത്തിലാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. ഇഞ്ചി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ ചമ്മന്തിയാണല്ലോ, അപ്പോൾ പച്ചമാങ്ങ എന്തായാലും വേണം. മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, കാരണം ചമ്മന്തി ഒരുപാട് പുളി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാങ്ങ അത്യാവശ്യം പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ല വലിപ്പമുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങയുടെ ഒരു ഭാഗം, ഒരു കഷ്ണം മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത്. അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. തേങ്ങ നല്ല പച്ചത്തേങ്ങയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതും ചമ്മന്തിയുടെ ടേസ്റ്റ് കൂട്ടും. ഇനി നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ടെടുക്കാം. നമ്മൾ കശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ഓറഞ്ച് കളറാണ് ചമ്മന്തിക്ക് ഉണ്ടാവുക. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയും ചേർക്കാം, പച്ചമുളക് വേണ്ടവർക്ക് അതും ചേർക്കാം. ഇത്രയുള്ള പരിപാടി നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും തീർച്ചയായിട്ടും അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.